നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അല്ലേ? ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം ഇന്നത്തെ ശോഭായാത്രയും നല്ല രസമായിരിക്കും കാണാൻ. ഇഷ്ടമാണോ കൃഷ്ണന് ശോഭായാത്ര കാണാൻ? പോകാറുണ്ടോ? അങ്ങനെ ഇതിനു വേണ്ടി പോയിട്ടില്ല, പക്ഷെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ പോയി നിന്ന് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ കൃഷ്ണനും രാധയുമായിട്ടൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരുങ്ങി വരുന്നത്. പക്ഷെ ഇതിന്റെ ഫോട്ടോസ് വരുമ്പോൾ ശരിക്കും നോക്കാറുണ്ട്. കാര്യം പത്രത്തിൽ മാത്രമല്ല, ഇത് സെർച്ച് ചെയ്ത് കാണാൻ രസമാണ്. ഇപ്പോഴത്തെ ഈ ഫോട്ടോഗ്രാഫി ഒരു വലിയ സംഭവമാണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഗുരുവായൂരടക്കം ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാജു ഗുരുവായൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. രാജു, വെരി ഗുഡ് മോർണിംഗ്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എങ്ങനെയാണ് അവിടെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകിച്ച് അവിടെ എന്തൊക്കെയാണ് ഗുരുവായൂരിലുള്ളത്? തിരക്കെങ്ങനെയുണ്ട്? അശ്വതി, അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ അമ്പലത്തിൽ വളരെയധികം ഭക്തർ വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിശക്തമായ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ വരുന്ന ഭക്തർക്കായി പ്രത്യേക വരി ക്യൂ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ പൂന്താന ഹാളിന് സമീപത്താണ് ഇത്തരം ക്യൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിഴക്കേ നടയിലൂടെ വരുന്ന ഭക്തർക്ക് ഈസിയായി ഗുരുവായൂരപ്പനെ കാണാനായിട്ട് കൊടിമരം വഴി നേരിട്ട് ദർശനം നൽകുന്ന ഒരു സംവിധാനമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്ക് ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ ഭക്തർ അമ്പലത്തിൽ നിന്നും പുറത്ത്, അതായത് വടക്കേ നടയിലൂടെയോ അതേപോലെ തന്നെ പടിഞ്ഞാറ് നടയിലൂടെയോ ഒക്കെ ഇറങ്ങി ഭക്തർക്ക് തൊഴാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ദേവസ്വം പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഭക്തരുടെ നീണ്ട നിര കാണാമായിരുന്നു. പൂന്താനം ഹാളിന് സമീപത്താണ് വരി ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി VIP സ്പെഷ്യൽ ദർശനം എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രദക്ഷിണം ഉൾപ്പെടെ പ്രദക്ഷിണ വഴിപാടുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശന സമയവും ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തർക്കും സുഗമമായി ഗുരുവായൂരപ്പനെ തൊഴാനുള്ള സംവിധാനം ദേവസ്വം പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അപ്പവും പായസവുമാണ് ഇന്നത്തെ പ്രധാന വഴിപാട്. 2 അപ്പം ചേർന്ന ഒരു വഴിപാടിന് 35 രൂപയാണ് നിരക്ക്. ഇപ്രകാരം ഒരു ഭക്തന് 15 അപ്പം വരെ ഷീട്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേക വരുന്ന എല്ലാ ഭക്തർക്കും ഇത്തരത്തിൽ വഴിപാട് ഷീട്ടാക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടി എടുത്തിട്ടുള്ളത് എന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. അഷ്ടമി രോഹിണി ആഘോഷങ്ങൾക്കായി 35,80,000 രൂപയാണ് ദേവസ്വം ചെലവഴിക്കുന്നത്. ഇതിൽ ഭക്ഷണം, അതായത് കണ്ണന്റെ പിറന്നാൾ ദിനമായതുകൊണ്ട് ഇന്ന് ഈ ഭക്ഷണത്തിന് വേണ്ടി മാത്രം 25,50,000 രൂപ ദേവസ്വം ചെലവഴിക്കുന്നുണ്ട്. പാൽപായസം ഉൾപ്പെടെ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഭക്തർക്ക് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ തന്നെ പിറന്നാൾ സദ്യ നൽകി തുടങ്ങും. 2 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 മണിക്ക് ശേഷം വരുന്ന ഭക്തർക്ക് ഭക്ഷണത്തിന്റെ ലഭ്യത അനുസരിച്ച് നൽകാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാർ മുഴുവനായി ഈ ഭക്ഷണം വിളമ്പാനായിട്ട് രംഗത്തുണ്ട്. അതുകൂടാതെ തന്നെ 120ഓളം ആളുകളെ പുറത്തു നിന്നും നിയമിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് പെരുവനംകുട്ടന്മാരുടെ നേതൃത്വത്തിലാണ് മേളം നടക്കുക. കൂടാതെ കൃഷ്ണനും രാധയും ഗോപികമാരും ഇന്ന് നഗരം കീഴടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. രാവിലെ 9 മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നും മറ്റു സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളിക്കും. ഗോപികാ നൃത്തം, കണ്ണനും രാധയും ഗോപികമാരും ചേർന്നുള്ള ഉറിയടി. ഇതിനായി ഘോഷയാത്ര കടന്നു പോകുന്ന ഈ നഗരത്തിന്റെ ഈ പല ഭാഗങ്ങളിലും ഉറികൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മുതിർന്നവരുടെയും ഉറിയടി ഉണ്ടാകും. കൂടാതെ ജീവിത എഴുന്നള്ളിപ്പ്, ദേവീദേവന്മാരുടെ കലാരൂപങ്ങൾ, കൃഷ്ണരഥങ്ങൾ, ഗജവീരന്മാർ, നവരത്നമുകുളങ്ങൾ ഉൾപ്പെടെയുള്ള താലം വരവ്, മയൂര നൃത്തം, കെട്ടുകാഴ്ചകൾ തുടങ്ങി താളവാദ്യങ്ങളോടെ എത്തുന്ന ഘോഷയാത്രകൾ ഭക്തി നിർഭരമാണ്. ഒപ്പം 100 കണക്കിന് കൃഷ്ണവേഷം ധരിച്ച കുട്ടികൾ, ഉണ്ണിക്കണ്ണന്മാർ ക്ഷേത്ര സന്നിധിയിൽ നിറയും. കുട്ടികളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വഴിപാടായിട്ടാണ് മാതാപിതാക്കൾ കുട്ടികളെ ഇത്തരത്തിൽ അണിയിച്ചൊരുക്കുന്നത്.
ഒരുക്കി ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുവരുന്നത്. ഘോഷയാത്രകൾ കടന്നു പോകുന്ന റോഡിന് ഇരുവശവും ഭക്തരാൽ നിറയും, ക്ഷേത്രാങ്കണം ഭക്തരാൽ നിറയും. അക്ഷരാർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധി ഒരു വൃന്ദാവനം ആയി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുക. അശ്വതി, അതാണ് രാജു ഗുരുവായൂർ പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി അതൊക്കെ ഒന്ന് കാണണം തോന്നുന്നു. കാരണം അത്രയും കളറായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇന്ന് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രാജു, ആ ഓരോ ചടങ്ങുകൾ നടക്കുമ്പോഴും അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കണം. ആ ദൃശ്യങ്ങളൊക്കെ എടുക്കൂ. അപ്പോ സജീവമായിട്ടുള്ള ഒരു വാർത്താ ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ആശംസകൾ അർപ്പിക്കുന്നു. ശരി രാജു, ശരി ശരി ശരി. അപ്പൊ ഇന്ന് അവിടെ തിരക്ക് നല്ലൊരു രീതിയിലുണ്ട്. കൃഷ്ണന്റെ ഈ ശ്രീകൃഷ്ണേന്ദ്ര പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളി ശനി ഞായർ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീട്ടിൽ പോവുക. അവർക്ക് ശോഭയാത്രയോട് സംബന്ധിച്ച് ഇത് യാത്രാ ക്രമീകരണങ്ങളും ഉണ്ടാവും. അപ്പം തിരുവനന്തപുരത്താണെങ്കിൽ പാളയം തൊട്ട് കിഴക്കേക്കോട്ട വരെയാണ് ഈ ട്രാഫിക്കിന്റെ റെഗുലേഷൻസ് ഉള്ളത്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ആൾക്കാർ അങ്ങനെ പുറത്തിറങ്ങുന്നത് ഇത് കാണാൻ വേണ്ടി അല്ലാതെ ഷോപ്പിങ്ങിനൊക്കെ പുറത്തിറങ്ങുന്നവർ വളരെ കുറവായിരിക്കും. ശരി. ആഘോഷങ്ങൾക്ക് ആവേശമൊട്ടും ചോരാതെ അഷ്ടമി രോഹിണി ഉത്സവം കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് കൊല്ലം കൊട്ടാരക്കര കുലശേഖരൻ നെല്ലൂർ ക്ഷേത്ര ഭരണസമിതി. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. അഷ്ടമി രോഹിണി നാളിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് കൊട്ടാരക്കര കുലശേഖരൻ നെല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്ന് നമുക്ക് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഈ വർഷം വ്യത്യസ്തമായി പതിയിൽ നിന്ന് വിപരീതമായി മുൻകാലങ്ങളിൽ ഒരു കമ്മിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റി ഉപദേശസമിതി ഒരു 6 മാസമായി അധികാരത്തിൽ വന്നിട്ട് അതിൻ്റെ മുന്നോടിയായി ഈ ക്ഷേത്രത്തിൽ ഇതൊരു പുരാതനമായ ക്ഷേത്രമാണ്. പുരാതനം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ഇവിടെ ശിവേലിയും മറ്റേ എല്ലാം ഉള്ള ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷേ കാലക്രമേണ അത് ജീർണതയിലായിപ്പോയി. തിരിഞ്ഞ് നോക്കാൻ ആളുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ ഒരു 6 മാസം മുമ്പ് ഒരു കമ്മിറ്റി ഉപദേശസമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തത്. അങ്ങനെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദശാവതാര ചേർത്ത് ക്ഷേത്രത്തിൻ്റെ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ദശാവതാര ചേർത്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഏകാദശി, അതുപോലെ എല്ലാ മാസവും രോഹിണിക്ക് പ്രസാദകൂട്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. പ്രസാദകൂട്ട് എല്ലാ മാസവും രോഹിണിക്ക് ഭഗവാന്റെ നാളായ രോഹിണി ദിവസം പ്രസാദകൂട്ട് എന്ന് പറയുന്നത് പടച്ചോറ്, ചമ്മന്തി, അവിയൽ, രസം, മോര്, ഉപ്പുമാങ്ങ ഇങ്ങനെ തുടങ്ങി പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഒരു പ്രസാദകൂട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അന്നേ ദിവസം വലിയ തിരക്കാണ് രോഹിണി ദിവസം. അതുപോലെ ഭഗവാന്റെ ഏകാദശി, മാസത്തിലെ 2 ഏകാദശിയും വിശേഷ ദിവസമായി ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ വിശേഷ ദിവസങ്ങളെല്ലാം ഇപ്പോൾ വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഭക്തജന പങ്കാളിത്തം നമുക്ക് തീർച്ചയായും ഇവിടെ കാണാൻ കഴിയും. ഒരു ജീർണതയിൽ നിന്ന് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് നമ്മുടെ വയനാട് ദുരന്തം വന്നതുകൊണ്ടാണ് ഉപദേശസമിതി 5 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരന്തം വന്നതുകൊണ്ട് അത് 3 ദിവസമായി ചുരുക്കുകയും 3 ദിവസം ചുരുക്കിയത് കൊണ്ട് 2 ദിവസം ചെറിയ രീതിയിൽ രാവിലെ പ്രഭാത ഭക്ഷണവും അങ്ങനെയുള്ള 2 ദിവസത്തെ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ 2 ദിവസവും 24, അതായത് ആഗസ്റ്റ് 24, 25 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും, അഷ്ടമി രോഹിണി ദിവസമായി 26-ാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് 7:30 മണിക്ക് തുടങ്ങുന്ന പ്രഭാത ഭക്ഷണം വരുന്ന മുഴുവൻ ആളുകൾക്കും, അത് വിനായക സജിത് കുമാറിൻ്റെ വക വഴിപാടായിട്ടാണ് ഏറ്റവും വരുന്ന എല്ലാവർക്കും രാവിലത്തെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 10 മണിക്ക് കളഭാഭിഷേകം, ഭഗവാന് കളഭം ചേർത്ത് എല്ലാ ദീപാരാധനയോടുകൂടിയുള്ള കളഭാഭിഷേകം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിൻ്റെയും 10ഓളം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ആ പൂജകൾ നടക്കുന്നത്. അതിനൊക്കെ വളരെ ഭക്തജന പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും 12 മണി മുതൽ ഇവിടുത്തെ പ്രമുഖ പാചകവേദത്തിനായ ശ്രീ അർപ്പര ബാലേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നാള് രോഹിണിയാണ്, അദ്ദേഹമാണ് എല്ലാ മാസത്തെയും രോഹിണിയും ഈ അഷ്ടമരോഗത്തിലെ അന്നദാനവും ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് 5 മണിക്ക് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നിരുന്ന ബാലഗോകുലം ഘോഷയാത്ര ടൗൺ ചുറ്റി, അതായത് ഗണപതിയമ്പലത്തിലെ സന്നിധിയിൽ നിന്ന് ഉറിയടിയോടുകൂടി ആരംഭിച്ച് ടൗൺ ചുറ്റി വരുന്ന ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര 6:45 ഇവിടെ എത്തിച്ചേരും. ഇവിടെ എത്തിച്ചേരുമ്പോൾ മഹാദീപാരാധനയും അങ്ങനെ അതിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാൽപ്പായസം, അത് വ്യത്യസ്തതയാർന്ന പാൽപ്പായസം, അമ്പലപ്പുഴ പാൽപ്പായസം പോലെയുള്ള രീതിയിൽ വെക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ള പാൽപ്പായസം വരുന്ന കുട്ടികൾക്കെല്ലാം ഭഗവാന്റെ പ്രസാദമായി കൊടുക്കുവാനാണ് തീരുമാനിച്ചത്. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം ഒരു ഭജൻസ്, നന്ദഗോവിന്ദം ഭജൻസ്, ഒരു വലിയ ട്രൂപ്പാണ്, 10-15 പേരടങ്ങുന്ന ഒരു ഭജന ട്രൂപ്പാണ്, കോട്ടയത്തുള്ളതാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭജൻ ഇവിടെ നെടുത്തൂർ പരമേശ്വരൻ പിള്ളച്ചേട്ടൻ്റെ മകൻ ദീപക് കുമാറാണ് വഴിപാടായി സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ
അതിനുശേഷം നമുക്ക് 108 കലശം, ഇവിടേക്ക് കലശം നടത്താറുണ്ട്, പക്ഷേ എങ്കിലും ഇപ്രാവശ്യം നമ്മൾ തുടക്കം എന്ന രീതിയിൽ 108 അത് അടുത്ത വർഷം മുതൽ അതിന് 10 മടങ്ങായുള്ള പൂജകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതും ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിലാണ്. 12 മണിക്ക് കൃഷ്ണൻ്റെ അവതാര പൂജയും മഹാദീപാരാധനയും രാത്രി 12 മണിക്ക് അഷ്ടമിരോഹിണി ദിവസം നടത്തപ്പെടുന്നു. അന്ന് രാത്രി വരുന്ന ആളുകൾക്കെല്ലാം ഭക്ഷണവും ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അഷ്ടമിരോഹിണി ദിവസമായ അന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് സന്തോഷം അറിയിക്കുകയാണ്. മറ്റു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇതുവരെ എല്ലാ ക്രമീകരണങ്ങളും നടന്നിരിക്കുകയാണ്. ഈ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ദീപാലങ്കാരം ചന്തമുക്ക് ടൗൺ ചുറ്റി നല്ല അലങ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. ഉറിയടി, അന്നദാനം, അതുപോലെ തന്നെ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള വിപുലമായ ചടങ്ങുകളാണ് ഈ ഉത്സവാന്തരീക്ഷത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി മലപ്പുറത്തെ ഒരു പ്രത്യേക ശോഭയാത്രയുടെ വിശേഷമാണ്. ഇത്തവണ മലപ്പുറം കോട്ടയ്ക്കൽ ഇന്ത്യനൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ശോഭയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശോഭായാത്രയുടെ നൃത്തച്ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് നാട്ടുകാരൻ കൂടിയായ ഷിഹാബ് മാസ്റ്ററാണ്. ശ്രീകൃഷ്ണ ജയന്തി മാനവികതയുടെ കൂടി അടയാളപ്പെടുത്തലാവുകയാണ് ഇതിലൂടെ. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്രയുടെ ഒരുക്കമാണ് എല്ലായിടത്തും. ഞാനുള്ളത് മലപ്പുറം കോട്ടയ്ക്കൽ ഇന്ത്യനൂർ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഷിഹാബ് മാസ്റ്ററുടെ കീഴിലാണ് ഗോപികമാരൊക്കെ ഇത്തവണ നൃത്തച്ചുവടുകൾ അഭ്യസിക്കുന്നത്. കുട്ടികളൊക്കെ ആ പരിശീലനം പൂർത്തിയാക്കുന്നു. നമ്മോടൊപ്പം ക്ഷേത്ര കമ്മിറ്റിക്കാർ ചേരുന്നുണ്ട്. സാധാരണ എല്ലാ വർഷവും ശോഭായാത്ര വളരെ മനോഹരമായിട്ട് കൊണ്ടാടുന്നതാണല്ലോ. ഇത്തവണ എന്താണ് പ്രത്യേകതയായിട്ടുള്ളത്? ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗോപിക നൃത്തമാണ്. അത് ഒരു ഇൻസ്ട്രക്ടറെ വെച്ചിട്ട്, അതായത് ഷിഹാബ് മാഷ വെച്ചിട്ടാണ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ പരിശ്രമത്തിലാണ്, പ്രാക്ടീസിലാണ്. അപ്പോൾ വളരെ നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികളിൽ നിന്ന്. മാഷ ആദ്യമായിട്ടാണോ ഈ ശ്രീകൃഷ്ണജയന്തി കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത്? ആദ്യമായിട്ടാണ്. എന്താണ് നമ്മൾ ഇത്തവണ അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഏത് പാട്ടിനനുസരിച്ചാണ്? കണ്ണൻ്റെ പാട്ടിനെ കുറിച്ചിട്ടാണ്. കോലാട്ടം എന്ന ഒരു രൂപത്തിൽ ചെറുതായിട്ടൊന്ന് ചിട്ടപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കലാകാരന് ക്ഷേത്രമതിൽക്കവും ഓഡിറ്റോറിയം ഒരുപോലെ തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു ശ്രീകൃഷ്ണജയന്തിയോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് എങ്ങനെ കാണുന്നു? കമ്മിറ്റിക്കാരെ ഞാൻ വിളിച്ച് പ്രദീപേട്ടനോട് സംസാരിച്ചു. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യല്ലേ എന്ന് ചോദിച്ച്, അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇത് പഠിപ്പിക്കാൻ ഒരുങ്ങിയത്. സാധാരണ കലോത്സവത്തിനൊക്കെ ആയിരിക്കും. കലോത്സവത്തിനാണ് പഠിപ്പിക്കുക. അല്ല, സ്കൂളിൽ കലോത്സവങ്ങൾക്ക് അതുപോലെ വാർഷികങ്ങൾക്കൊക്കെ പഠിപ്പിക്കാറുള്ളതാണ് ഡാൻസൊക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതുപോലൊരു ഗോപിക നൃത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് മാഷെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം? മാഷ് നമ്മുടെ നാട്ടുകാരനാണ്. പൊതുവെ കലാവേദികളിലെല്ലാം ഒരു നിറസാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ ശോഭയാത്രയാണല്ലോ, ഇതൊന്ന് ഒരു നല്ല ശോഭ ഉണ്ടാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രാവശ്യം നമ്മളിത് ഇങ്ങനെയൊരു സംഭവം പ്ലാൻ ചെയ്തത്. എല്ലാ വർഷവും ഇന്ത്യനൂരിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രാവശ്യം ഒരു കളർഫുള്ളാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. എത്ര പേരുണ്ട് കുട്ടികളൊക്കെ? എത്ര കുട്ടികളാണ്? ഏകദേശം 25 കുട്ടികളോളം വരുന്നുണ്ട് മൊത്തം. എല്ലാവരും നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ടുള്ളവരാണ്. വൈകുന്നേരം തുടങ്ങും അല്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. 6 മണി 7 മണിയാകുമ്പോൾ സമയം. ഈ കുട്ടികളൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞോ? എത്ര സമയം കിട്ടിയോ നമുക്ക്? കുഴപ്പമില്ല. കൂടുതലായിട്ട് 10-20 ദിവസം ഏകദേശം പിടിച്ചു. ഒന്നും ഡാൻസ് കളിക്കാത്ത കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ അവരെ അടവുകൾ ഓരോന്ന് 1 2 3 4 8 പഠിപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ അടവുകൾ പഠിക്കാൻ തന്നെ ഒരു 2 ദിവസം 3 ദിവസം പിടിച്ചു. നൃത്തത്തിൽ ഹരിശ്രീ അത് കുറിക്കാവൂല? അതന്നെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് നിന്നാണ് കുറിച്ചിട്ടുള്ളത്. അതൊരു ബഹുമതിയാണ്. അതെ. എന്താണെങ്കിലും ചരിത്രം ഉറങ്ങുന്ന ഇന്ത്യനൂരിൽ മറ്റൊരു ചരിത്രമാണല്ലേ? തീർച്ചയായിട്ടും. ഇന്ത്യനൂർ എന്ന് പറഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളെ പോലെ വെറും ഐതിഹ്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെ ചരിത്രത്തിലും വളരെയധികം പ്രസക്തിയുണ്ട് ഇന്ത്യനൂർ ക്ഷേത്രത്തിൻ്റെ പറ്റി പറയുമ്പോൾ. പിന്നെ ഇന്ത്യനൂർ എന്നുള്ള പേര് തന്നെ മറ്റൊരു സ്ഥലത്തും നമുക്ക് കേൾക്കാതാണ്. ഇന്ദീശ്വരൻ കോതൈ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണകാലത്ത് ഇവിടെ കുഴിച്ചിട്ടിരുന്ന ഒരു ശിലാഫലകം, വട്ടെഴുത്ത് ശിലാഫലകത്തു നിന്നാണ് ഇന്ദീശ്വരൻ കോതയുടെ കാലഘട്ടവും അദ്ദേഹം ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ. അപ്പം ഇന്ദീശ്വരൻ കോതൈ എന്നാവാം ഇന്ത്യനൂർ എന്നുള്ള പേര് വന്നെന്നാണ് MGS നാരായണൻ സാറിൻ്റെ ഒക്കെ അഭിപ്രായം, ചരിത്രകാരന്മാരുടെ അഭിപ്രായം. എന്നാണെങ്കിൽ നമ്മളൊരു ശ്രീകൃഷ്ണജയന്തി ഒരു മതേതരത്വത്തിന്റെ ഒരു അടയാളമാണല്ലോ. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വലിയൊരു ബഹുമതിയാണ്. പിന്നെ ഇന്ത്യനൂർ ദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹിന്ദു മുസ്ലിം തോളോട് തോള് ചേർന്നിട്ട് എല്ലാ കാര്യത്തിലും പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും പാരസ്പര്യത്തോടും കൂടിയിട്ട് എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന ഒരു ദേശമാണ് ഇവിടെ. ഇന്ന് വരെ
മതത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നാട്ടിലുണ്ടായതായി നമ്മൾ അറിവിലില്ല. മാഷക്കും ഇത് വേറിട്ടൊരു വേദിയാവുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ? ശരിയാ, എങ്ങനെയാണ് ഇത്രമാത്രം സന്തോഷമുണ്ട്? ഒരുപാട് സന്തോഷം. അതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. മലപ്പുറംകാർക്ക് ഇതൊരു സാധാരണ കാര്യമാണ് എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം മലപ്പുറംകാർക്ക് ഹിന്ദു മുസ്ലിം ഐക്യം ഇത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഒരു സാധാരണ കാര്യമായിട്ട് തന്നെയാണ് മാഷ് കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത്. പക്ഷേ ഇത് നൽകുന്ന സന്ദേശം അത് വളരെ വലുതാണ്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഒതുക്കാൻ കഴിയുന്നതായിരിക്കില്ല. എന്നാണെങ്കിലും ആ ശ്രീകൃഷ്ണ ജയന്തി വേറിട്ട ഒരു ആഘോഷമാവുകയാണ്, മാതൃകയാവുന്ന ഒരു ആഘോഷമാവുകയാണ് ഇന്ത്യനൂരിൽ. ഇന്ത്യനൂരിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18.